ഹലോ ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമാണ്. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ആൻസർ അടുത്ത വീഡിയോയിലെ കമൻറ്റിൻ്റെ താഴെ അടുത്ത വീഡിയോയിൽ ആൻസേഴ്സ് കൊടുക്കും. അതിന് കമൻ്റായിട്ട് നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് എംപവർ ദ ഗവൺമെൻറ് ടു എക്സംപ്റ്റ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ചില ടാക്സസിൽ നിന്നും ഫീസിൽ നിന്നും ഡ്യൂട്ടീസിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ആൻസർ: ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 39, ഓപ്ഷൻ സി 38, ഓപ്ഷൻ ഡി 40. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: നെയിം ദ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ മീറ്റിംഗ് ദ ലോൺ ലയബിലിറ്റി ഓഫ് ദോസ് മെമ്പേഴ്സ് ഹൂ ഹാവ് അവൈൽഡ് ലോൺസ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡൈഡ് വിത്തിൻ ദ റീപേയ്മെൻറ്റ് പീരീഡ് ഓഫ് സച്ച് ലോൺസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: നെയിം ദ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ മീറ്റിംഗ് ദ ലോൺ ലയബിലിറ്റി ഓഫ് ദോസ് മെമ്പേഴ്സ് ഹൂ ഹാവ് അവൈൽഡ് ലോൺസ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡൈഡ് വിത്തിൻ ദ റീപേയ്മെൻറ്റ് ഓഫ് സച്ച് ലോൺസ്. ഓപ്ഷൻ എ കോമൺ ഗുഡ് ഫണ്ട്, ഓപ്ഷൻ ബി മെമ്പർ റിലീഫ് ഫണ്ട്, ഓപ്ഷൻ സി റിസർവ് ഫണ്ട്, ഓപ്ഷൻ ഡി റിസ്ക് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: എക്സെപ്റ്റ് സൊസൈറ്റീസ് വിച്ച് ആർ പെർമിറ്റഡ് ടു ഇഷ്യൂ ലോങ് ടേം ലോൺസ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഷാൽ നോട്ട് ഗ്രാൻഡ് ലോൺസ് ഫോർ പീരീഡ് എക്സീഡിംഗ് മന്ത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: എക്സെപ്റ്റ് സൊസൈറ്റീസ് വിച്ച് ആർ പെർമിറ്റഡ് ടു ഇഷ്യൂ ലോങ് ടേം ലോൺസ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ഷാൽ നോട്ട് ഗ്രാൻഡ് ലോൺസ് ഫോർ പീരീഡ്സ് എക്സീഡിംഗ് മന്ത്സ്. ഓപ്ഷൻ തന്നിരിക്കുന്നത്: ഓപ്ഷൻ എ 90 days, ഓപ്ഷൻ ബി 120 days, ഓപ്ഷൻ സി 60 days, ഓപ്ഷൻ ഡി 30 days. അടുത്ത ക്വസ്റ്റ്യൻ: എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ഹൂ ഹാവ് നോ പവർ ടു കൺവീൻ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ: എമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ഹൂ ഹാവ് നോ പവർ ടു കൺവീൻ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ എ എൻക്വയറി ഓഫീസർ, ഓപ്ഷൻ ബി റിട്ടേണിംഗ് ഓഫീസർ, ഓപ്ഷൻ സി ലിക്വിഡേറ്റർ, ഓപ്ഷൻ ഡി അഡ്മിനിസ്ട്രേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫൈനൽ വോട്ടേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി പബ്ലിഷ്ഡ് വിതിൻ ഡാഷ് ഡേയ്സ് പ്രയർ ടു ദ ഡേറ്റ് ഫിക്സഡ് ഫോർ പോൾ. ദ ഫൈനൽ വോട്ടേഴ്സ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പബ്ലിഷ്ഡ് വിതിൻ ഡാഷ് ഡേയ്സ് പ്രയർ ടു ദ ഡേറ്റ് ഫിക്സഡ് ഫോർ പോൾ. ഓപ്ഷൻ എ 25 days, ഓപ്ഷൻ ബി 15 days, ഓപ്ഷൻ സി 30 days, ഓപ്ഷൻ ഡി 20 days. അടുത്ത ക്വസ്റ്റ്യൻ: ദ ചീഫ് പ്രൊമോട്ടർ ഷാൽ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ഓപ്ഷൻ എ 1 month, ഓപ്ഷൻ ബി 2 months, ഓപ്ഷൻ സി 3 months, ഓപ്ഷൻ ഡി 4 months. അടുത്ത ക്വസ്റ്റ്യൻ: ദ പ്രൊപ്പോസൽ ടു ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഷാൽ ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് ഡാഷ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ദ പ്രൊപ്പോസൽ to the registration of amendment of bylaws shall be signed by secretary and dash members of the committee. Option A 2, option B 7, option C 3, option D 5. അടുത്ത ക്വസ്റ്റ്യൻ: any society refuses to issue identity card to any member, the aggrieved person may appeal to the dash within 15 days from the date of receipt of the order of the refusal. ഓപ്ഷൻ രജിസ്ട്രാർ, ഓപ്ഷൻ ബി സെക്രട്ടറി, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി റിട്ടേണിംഗ് ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഓപ്ഷൻ എ 28AB, ഓപ്ഷൻ ബി 28AA, ഓപ്ഷൻ സി 28A, ഓപ്ഷൻ ഡി 28B. അടുത്ത ക്വസ്റ്റ്യൻ:
The number of members in the managing committee of primary cooperative societies shall not be less than dash and shall not exceed dash as per KCS Act. Option A 7 to 21, option B 5 to 10, option C 7 to 15, option D 7 to 13. അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് എ കറക്റ്റ് ആൻസർ അണ്ടർ ദ സൊസൈറ്റീസ് ആർ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. ഓപ്ഷൻ എ all type of societies for the first year of audit. Option B marketing societies. Option C vanida societies. Option D service cooperative societies. അടുത്ത ക്വസ്റ്റ്യൻ to whom an appeal shall lie against an order made by registrar under section 71 directing the winding up of a society. Option A government. Option B tribunal. Option C arbitration court. ഓപ്ഷൻ ഡി ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള ഈസ് എ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള ഈസ് എ. ഓപ്ഷൻ എ അപ്പെക്സ് സൊസൈറ്റി. ഓപ്ഷൻ ബി ഫെഡറൽ സൊസൈറ്റി. ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓപ്ഷൻ ഡി സെൻട്രൽ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ ഇലക്ഷൻ ടു ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി റെഫേർഡ് ടു ദ. എനി ഡിസ്പ്യൂട്ട് relating to the election to the circle cooperative union shall be referred to the. Option A cooperative arbitration court. Option B tribunal. Option C government. Option D registrar. അടുത്ത ക്വസ്റ്റ്യൻ ആസ് പെർ റൂൾ ഡാഷ് ഓഫ് ദ KCS Act registrar have power to rescind any resolution of meeting of any society or the committee of any society if it ultraviates of the object of against the provisions of the act, rules or bylaws. Option A 177, option B 176, option C 170, option D 178. അടുത്ത ക്വസ്റ്റ്യൻ പവർ ടു മേക്ക് എ റൂൾ ബൈ ഗവൺമെൻറ് ഈസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ dash of KCS Act of 1969. Option A 98, option B 110, option C 108, option D 109. അടുത്ത ക്വസ്റ്റ്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ നോട്ട് കമ്മിങ് അണ്ടർ ദ പ്രിവ്യൂ ഓഫ് BR Act ഷാൽ കീപ്പ് ഫ്ലൂയിഡ് റിസോഴ്സസ് ആസ് പെർ ഡാഷ് ഓഫ് KCS റൂൾ. ഓപ്ഷൻ എ സെക്ഷൻ 62, ഓപ്ഷൻ ബി റൂൾ 64, ഓപ്ഷൻ സി സെക്ഷൻ 63, ഓപ്ഷൻ ഡി റൂൾ 63. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് സെക്ഷൻ ഓഫ് ദ KCS Act empowers the registrar to issue direction to the committee of the society to suspend its officers? Option A 68A, option B 66C, option C 66B, option D 66A. അടുത്ത ക്വസ്റ്റ്യൻ ആസ് പെർ സെക്ഷൻ ഓഫ് KCS Act ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് എ വിജിലൻസ് ഓഫീസർ. ഓപ്ഷൻ എ 69A, ഓപ്ഷൻ ബി 66A, ഓപ്ഷൻ സി 70A, ഓപ്ഷൻ ഡി 68A. അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇൻ കേരള? ഹൂ ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇൻ കേരള? ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ സി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഓപ്ഷൻ ഡി സെൻട്രൽ ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ ദ ലിക്വിഡേറ്റർ ഷാൽ കംപ്ലീറ്റ് ദ ലിക്വിഡേഷൻ പ്രൊസീഡിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. അടുത്ത ക്വസ്റ്റ്യൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ മീൻസ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓപ്ഷൻ എ 88, ഓപ്ഷൻ ബി 66, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 2. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ one or more revenue district but not the all of the state as its area of operation and having as its members only other societies and declared as such by the registrar or government. Option A regional society, option B apex society, option C district cooperative society, option D central society. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് മെമ്പർ മീൻസ് എ മെമ്പർ who possess only such privileges and rights of a member
and who is subject only to such liabilities of a member as may be specified in the bylaws. Option A, nominal or associate. Option B, active or vibrant. Option C, sleeping or dominant. Option D, member by estoppel or holding out. അടുത്ത ക്വസ്റ്റ്യൻ, the number of applicants for registration of a society shall not be less than. Option A, 25, each of such person being a member of a same family. Option B, 10, each of such person being a member of the same family. Option C, 10, each of such person being a member of a same family. Option D, 25, each of such person being a member of different family. അടുത്ത ക്വസ്റ്റ്യൻ, the following one is not a reason for the cancellation of registration certificate of societies. Option A, none of this. Option B, where a society is divided into two or more societies in accordance with the provisions of section 14. Option C, where two or more societies are amalgamated into a new society in accordance with the provisions of section 14. Option D, where the all of the asset and liabilities of a society are transferred to another society in accordance with the provisions of section 14. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നത് നോക്കി കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് അടുത്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി കൊടുക്കുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് എങ്കിലും എക്സാം എഴുതുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമുക്ക് കുറേയധികം തിയറി പഠിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സാമിന് വേണ്ടി 5 മിനിറ്റ് 10 മിനിറ്റ് ചിലവാക്കിയാൽ അത് ഒരിക്കലും ഒരു നഷ്ടമാകില്ല. നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ട് ഇത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ആൻസറുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.